ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുരിങ്ങപ്പൂവിൻ്റെ ഒരു തോരനാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെയുള്ള മുരിങ്ങപ്പൂവുണ്ട്. ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോഷക ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം കിട്ടിയതാണ്. അപ്പോൾ ഞാനിതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുരിങ്ങപ്പൂ ഉണ്ടായിരുന്നു, മുട്ട ഉണ്ടായിരുന്നു. ഇത് പറിച്ചെടുത്തപ്പോൾ കിട്ടിയതാണ്. ഇനി താഴത്ത് വീണിട്ടാണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ നല്ലത് മാത്രം എടുക്കുക. അതേപോലെ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകാണ്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മുരിങ്ങപ്പൂവും മുട്ടും മാത്രം എടുക്കുന്നുള്ളൂ. ആ തണ്ടെല്ലാം കളയുകയാണ് ചെയ്യണത്. നമുക്കറിയാം മുരിങ്ങയിലേക്ക് എന്തോരം പോഷകമൂല്യമുണ്ട്. അതേപോലെ തന്നെ പോഷകമൂല്യമുള്ളതാണ് ഈ മുരിങ്ങയുടെ പൂവും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എരിവ് കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഇനി നമുക്കാണെങ്കിലും ചെറിയൊരു കുരുമുളകില്ല ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ശരിക്കും. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് സവാള, ഒരു ചെറിയ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു, ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ വേപ്പില. ഇനി അടപ്പത്ത് ചട്ടി വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഒപ്പം തന്നെ നമ്മുടെ മുരിങ്ങപ്പൂവും മുരിങ്ങ മുട്ടും കൂടി ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് ഇടുക. ഒപ്പം തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് കുറേ നേരം വഴറ്റിയൊന്നും വേണം കേട്ടോ. നന്നായിട്ട് തട്ടിപ്പൊത്തി, അതായത് നടുക്കേക്ക് ഇതുപോലെ കൂട്ടി വെച്ചതിന് ശേഷം ഒരടപ്പ് വെച്ച് മൂടി ഒരു 3 മിനിറ്റോളം വേവിക്കുക. ഈ സമയത്ത് തീരൽപ്പം കുറച്ച് വയ്ക്കണേ. ഇപ്പോൾ 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെന്തോ എന്ന് നോക്കുക. ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒപ്പം തന്നെ 2 മുട്ട കൂടി ചേർക്കുന്നുണ്ട്. ഇനി മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഇടാം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ മുട്ട ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം തീരൽപ്പം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ അപ്പോൾ മുരിങ്ങപ്പൂവും അതേപോലെ തന്നെ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആയിക്കോളും. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് പിന്നെയും ആ അടപ്പ് വെച്ച് ഒന്നും കൂടി വേവിക്കാം. ഈ സമയത്ത് തീരൽപ്പം കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരു 1.5 മിനിറ്റോളം കഴിയുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങാപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അതേപോലെ പോഷകമൂല്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.